ഈശ്വരശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജൂലൈ 3 യേശുവിന്റെ തിരുമുറിവ് തൊട്ടറിഞ്ഞ് അതിൽ സ്പർശിച്ച് വിശ്വാസത്തിൽ ആഴപ്പെട്ട ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആൾരൂപം ദ്വിതീയമോസ് എന്നറിയപ്പെടുന്ന മാർ തോമാസ് ശ്ലീഹായുടെ ഓർമ്മദിനം. ദുഃഖാന ഗലീലയിൽ ജനിച്ച് മൈലാപ്പൂരിൽ മരിച്ച ഭാരതത്തിന്റെ പ്രഥമ അപ്പസ്തോലൻ. ക്രൈസ്തവ വിശ്വാസം ഇന്നേറെ തുലനം ചെയ്യപ്പെടുന്ന ഈ സമകാലിക ലോകത്തിൽ മാർ തോമാസ് ശ്ലീഹായുടെ ജീവിതം നമുക്കൊരു മാതൃകയാണ്. ക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ ജാഗ്രതയോടെയും വ്യഗ്രതയോടെയും ഊർജ്ജസ്വലതയോടെയും മുന്നേറിയ ഉത്തമനായ യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു എന്ന ദിവ്യനാഥന്റെ വചനം ശ്രവിച്ച് AD 52 കേരളത്തിലെ കൊടുങ്ങല്ലൂരിൽ വന്ന് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ശ്ലീഹായ്ക്കുണ്ടായിരുന്ന ആത്മധൈര്യത്തിന് പ്രധാനമായ ഒരു കാരണം ഒന്നു മാത്രമായിരുന്നു: വിതയ്ക്കുന്നതെന്തും 100 മേൽ ഫലം പുറപ്പെടുവിക്കാൻ കഴിവുള്ളവരാണ് എന്നെ അയച്ചിരിക്കുന്നത്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: നമുക്കും അവനോട് കൂടെ പോയി മരിക്കാം. ഇവിടെയാണ് ആദ്യമായി ശ്ലീഹായുടെ ധീരമായ വിശ്വാസ തീക്ഷ്ണതയെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരിക്കൽ യേശുവിന്റെ പുനരുദ്ധാനത്തെ സംശയിച്ചുവെങ്കിലും ആ തിരുമുറിവിൽ തൊട്ടറിഞ്ഞുകൊണ്ട് എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് തന്റെ വിശ്വാസത്തെ വീണ്ടും ധീരമായി പ്രഘോഷിക്കുന്നത് നമുക്ക് തിരുവചനത്തിൽ കാണാൻ സാധിക്കും. ഒടുവിൽ മൈലാപ്പൂരിനടുത്ത് ചെന്നമലയിൽ വെച്ച് AD 72 കുന്തത്താൽ കുത്തപ്പെട്ട് രക്തസാക്ഷിത്വ മകുടം ചൂടിയപ്പോൾ ഈ ലോകം കണ്ടത് തന്റെ ഗുരുവിനെ പോലെ തന്നെ വചനമാകുന്ന വിത്ത് വിതച്ചെടുത്തെല്ലാം 100 മേൽ ഫലം പുറപ്പെടുവിച്ച് നൽകുന്നതാണ്. ആ നിലമാണ് ഇന്ന് നാം കാണുന്ന ഭാരത കത്തോലിക്ക സഭ. ക്രൈസ്തവരായ നാം ഓരോരുത്തർക്കും ക്രിസ്തുവിന് വേണ്ടി അനേകം ആത്മാക്കളെ നേടാം. പ്രതിസന്ധി ഘട്ടങ്ങളിൽ മാർ തോമാസ് ശ്ലീഹ ഏറ്റുപറഞ്ഞതുപോലെ എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്ന് നമുക്കും ഹൃദയം കൊണ്ട് ഏറ്റുപറയാം. അതിനായി സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ദുഃഖാന